കൊച്ചിയിലെ വിശേഷങ്ങളുമായി എ ടി അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, കൊച്ചിയിലെ ഈദ്ഗാഹ് പെരുന്നാൾ ആഘോഷങ്ങൾ ഏതുവരെ എത്തിയിട്ടുണ്ട്? ബലിച്ചടങ്ങുകൾ എപ്പോഴാണ് നടക്കുന്നത്? അതേസമയം ഇപ്പോഴെന്താണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? ഹരിത 7:30 കൂടിയാണ് വിവിധ മസ്ജിദുകളിൽ ബലിപ്പെരുന്നാളിന്റെ പ്രാർത്ഥനകൾ ആരംഭിക്കുക. ഇപ്പോൾ എല്ലാവരും പള്ളികളിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഈദ്ഗാഹുകളായിട്ട് ഇവിടെ അധികം ഇല്ല. പ്രധാനമായും കലൂരിലാണ് ആസൂത്രണം ചെയ്തിരുന്നത്. പക്ഷേ ഒരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് മസ്ജിദുകളിലേക്ക് ഇത്തവണത്തെ നമസ്കാര ചടങ്ങുകളെല്ലാം തന്നെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ കടവന്ത്ര ജുമാ മസ്ജിദിൽ നടൻ മമ്മൂട്ടി പ്രാർത്ഥനാ ചടങ്ങുകൾക്കായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ 7:30 കൂടിയാണ് ആരംഭിക്കുക. ഏതായാലും നിലവിൽ ആളുകളെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്നതേ ഉള്ളൂ, മസ്ജിദുകളിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഈദ്ഗാഹുകൾ പ്രധാനമായും ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കലൂർ സ്റ്റേഡിയത്തിലാണ് സാധാരണഗതിയിൽ, കലൂർ സ്റ്റേഡിയത്തിലും അതുപോലെ തന്നെ മറൈൻ ഡ്രൈവിലുമാണ് സാധാരണഗതിയിൽ ഈദ്ഗാഹുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അത് ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ 7:30 എല്ലായിടത്തും മസ്ജിദുകളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കുന്നതായിരിക്കും. ഹരിത, അശ്വതി, 7 മണിക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു. നിലവിൽ കൂടുതൽ ആളുകൾ അവിടെ എത്തിച്ചേരുന്നുണ്ടോ? അതോ ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ കുറവാണോ? എങ്ങനെയാണ് നിലവിലെ അവസ്ഥ? ഹരിത, 7:30 കൂടിയാണ് ഇവിടെ നമസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. എല്ലാവരും മസ്ജിദുകളിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ആളുകൾ രാവിലെ തന്നെ, അതായത് ഏകദേശം 6:45 കൂടി തന്നെ ആളുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അകത്ത് കയറുകയാണ്. മസ്ജിദുകളിലാണ് പ്രധാനമായിട്ടും ഇത്തവണത്തെ ചടങ്ങുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മസ്ജിദുകളിലേക്ക് ആളുകൾ എത്തുകയാണ്. നമുക്ക് അകത്ത് നിന്ന് വിഷ്വലെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട്. എന്തായാലും മമ്മൂട്ടി എത്തിയിരിക്കുന്നത് കടവന്ത്രയിലാണ്. അദ്ദേഹം ഇവിടെ ഇപ്പോൾ ഈ ചടങ്ങുകൾക്ക്, പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കുകൊള്ളുന്നതിനായി അകത്തേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം അതിനുശേഷം പുറത്തേക്ക് വരും. എന്തായാലും ഈ ആളുകളെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അതിന് നമസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായിട്ടുള്ള പ്രാർത്ഥനകളെല്ലാമാണ് ഇപ്പോൾ നടക്കുന്നത്. ഹരിത, അശ്വതി, അതേസമയം ഇന്ന് കുവൈറ്റ് ദുരന്തത്തിന്റെ മരിച്ചവരോട് ഐക്യപ്പെടുന്നതായി അതിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ ഈ ഒരു പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ടോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? നിലവിൽ അത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളോ മറ്റു കാര്യങ്ങളില്ല. പക്ഷേ എന്തായാലും ഇതിനോട് ചേർന്ന പ്രാർത്ഥനകളിൽ എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കൂടി ഉണ്ടാകും. ഇതിനുശേഷം ഇവിടെ പ്രധാനമായിട്ടും സെൻട്രൽ ജുമാ മസ്ജിദിലെ അദ്ദേഹമാണ് പ്രധാനമായും ഇവിടുന്ന് ആശംസകളും മറ്റും അറിയിക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ ആശംസകളിലും ഈ കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 7:30 കൂടിയാണ് ഈ ചടങ്ങുകൾ, അതായത് നമസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. ഹരിത, ശരി. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലി പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള വിശേഷങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നുണ്ട്. മേഘ്ന, പെരുന്നാൾ വിശേഷങ്ങൾ കോഴിക്കോട് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കിയാണ് ഇന്ന് ഇസ്ലാം മതവിശ്വാസികൾ ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത്. തലസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഈദ്ഗാഹുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് പ്രധാനമായും ഈദ്ഗാഹുകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. കൊച്ചി കടവന്ത്രയിലും ബലിപെരുന്നാൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്.